ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ടൈപ്പ് ഓഫ് എന്ന ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിൽ നമ്മൾ പല ഡാറ്റ ടൈപ്പുകൾ ഉപയോഗിക്കും. ഏതൊക്കെ ഡാറ്റ ടൈപ്പാണ്? പ്രധാനമായിട്ടും നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കും, അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ഉപയോഗിക്കും, അതേപോലെ തന്നെ വേരിയബിൾ ഉപയോഗിക്കും, ബൂളിയൻ വാല്യൂ ഉപയോഗിക്കും. ഇങ്ങനെ നമ്മൾ പല ഡാറ്റ ടൈപ്സുകളും നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കും. അതേപോലെ സ്ട്രിങ് ഉപയോഗിക്കും, നമ്പർ ഉപയോഗിക്കും. അപ്പോൾ ഇതിലൊക്കെ ഏത് വാല്യൂ ആണോ, ഏത് ടൈപ്പ് വാല്യൂ ആണോ, അതായത് നമ്മൾ സ്ട്രിങ് ആണോ, അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ആണോ, അതല്ലെങ്കിൽ വേരിയബിൾ തന്നെ വരുന്ന നമ്പർ ആണോ, അങ്ങനെ ഏത് വാല്യൂ ആണോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് വാല്യൂ ആണോ എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് ഓഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തതിൻ്റെ ഉള്ളിൽ ഇവിടെ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. അതിനുശേഷം ആദ്യം തന്നെ ഞാനിവിടെ വന്ന് നമുക്ക് ആൻസർ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്നിട്ടതിന് ശേഷം ഡബിൾ കൊട്ടേഷൻ ഇട്ടു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ടൈപ്പ് ഓഫ് എന്ന് എഴുതി. എന്നിട്ട് ഏതിൻ്റെതാണോ നമുക്ക് കാണേണ്ടത്, ഏത് ടൈപ്പ് വാല്യൂവിൻ്റെ ആണോ കാണേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ജസ്റ്റ് ഞാൻ 45 എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. ഇതൊന്ന് നമുക്ക് സേവ് ചെയ്തിട്ട് നമ്മൾ റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്കിത് ഏത് രൂപത്തിലുള്ള നമ്പർ ഫോർമാറ്റിലുള്ള വാല്യൂ ആണോ എന്ന് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് ഒരു മൈനസ് വാല്യൂ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 45 എന്നുള്ളതിനടുത്ത് മൈനസ് ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിലും ഇത് നമ്മൾ കൊടുക്കുകയാണെങ്കിലും നമുക്കിതിന് നമ്പർ എന്ന് തന്നെ ആയിരിക്കും നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരിക. മൈനസ് ആണെന്ന് കരുതിയിട്ട് നമുക്ക് വാല്യൂ ഒന്നും മാറുന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതിനും നമുക്ക് ടൈപ്പ് ഓഫിൽ മാറ്റമൊന്നും വരില്ല. അത് നമുക്ക് നമ്പർ ആയിട്ട് തന്നെ ആയിരിക്കും നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരിക. അതേപോലെ തന്നെ നമ്മളൊരു ഡിസിമൽ വാല്യൂ ജാവാസ്ക്രിപ്റ്റിൽ ഒരു പോയിന്റ് വരുന്ന ഒരു നമ്പറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും ഇതിൻ്റെ ടൈപ്പ് ഓഫിലൊന്നും നമുക്ക് മാറ്റം വരില്ല. ജാവാസ്ക്രിപ്റ്റിൽ ഡിസിമൽ വാല്യൂവിനൊന്നും നമുക്ക് പ്രത്യേകം ഒരു വാല്യൂ ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്പർ ആണെങ്കിൽ അതിന് ടൈപ്പ് ഓഫ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഏതാണോ നമ്പർ അതിനനുസരിച്ച് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇനി ടൈപ്പ് ഓഫിലടുത്ത് സ്ട്രിങ് എങ്ങനെയൊക്കെയാണോ വരുന്നതെന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നത് ഒഴിവാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഡബിൾ കൊട്ടേഷൻ മാത്രം ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിത് റൺ ചെയ്യിക്കുമ്പോൾ ഇതൊരു സ്ട്രിങ് ആണെന്ന് നമുക്കിവിടെ വന്ന് മെസ്സേജ് പ്രിൻറ്റ് ചെയ്ത് വരും. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലൊരു ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാനൊരു ടെക്സ്റ്റ് ഇതിലേക്ക് ടൈപ്പ് ചെയ്തു. ഇത് സേവ് ചെയ്തിട്ട് ഇത് റൺ ചെയ്യിക്കുമ്പോഴും ഇതും നമുക്ക് സ്ട്രിങ് ആയിട്ടായിരിക്കും വരിക. അതേപോലെ തന്നെ നമ്മൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളൊരു വാല്യൂ ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, നമ്മളൊരു നമ്പറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇത് റണ്ണ് ചെയ്യിപ്പിക്കുമ്പോഴും നമുക്ക് എന്താണ് സ്ട്രിങ് ആയിരിക്കും വരിക. കാരണം ഇവിടെ നമ്മൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു നമ്പർ കൊടുക്കണമെങ്കിൽ അത് കമ്പ്യൂട്ടർ മനസ്സിലായില്ലേ, പ്രോഗ്രാമിങ്ങിൽ അത് ആക്സസ് ചെയ്തെടുക്കുന്നത് എന്താണ് നമ്പർ ആയിട്ടായിരിക്കും അത് ആക്സസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ സ്ട്രിങ് നമ്മളെ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ കഴിയും. ഇനി അതേപോലെ തന്നെ നമുക്ക് ബൂളിയൻ വാല്യൂവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് കണ്ടീഷനാണ് വരുന്നത്. ഒന്ന് ട്രൂവും അതേപോലെ തന്നെ ഒന്ന് ഫാൾസും. അപ്പോൾ നമ്മളിവിടെ വന്ന് ട്രൂ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ വന്ന് ആൻസർ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇത് ബൂളിയൻ ഡാറ്റ ടൈപ്പ് ആണെന്ന് നമുക്കിവിടെ കാണിച്ചു തരും. അതേപോലെ തന്നെ നമ്മളിവിടെ വന്ന് ഫാൾസ് ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതും നമുക്ക് ബൂളിയൻ ഡാറ്റ ടൈപ്പ് ആയിട്ട് തന്നെ ആയിരിക്കും നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ ഞാൻ ഫാൾസ് ഇട്ടതിന് ശേഷം നമ്മളിത് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിലും ഇതും നമുക്ക് ബൂളിയൻ ആയിട്ടാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ടൈപ്പ് ഓഫ് നൾ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം ടൈപ്പ് ഓഫ് എന്നിട്ടതിന് ശേഷം ഞാനിവിടെ വന്ന് ജസ്റ്റ് നൾ എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് വാല്യൂ ഒന്നും ഇല്ലാതെ നൾ എന്നാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇത് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്കിവിടെ വന്ന് അൺഡിഫൈൻ ടൈപ്പ് ഓഫ് നള്ളാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ അത് അൺഡിഫൈൻഡ് ആയി പ്രത്യേകിച്ച് നമ്മളൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ വന്ന് ജസ്റ്റ് ടൈപ്പ് ഓഫ് എ എന്നാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിലും ആ എ എന്നുള്ള വേരിയബിളും നമ്മൾ പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിലും ഇതേ രൂപത്തിൽ തന്നെ അൺഡിഫൈൻഡ് എന്നായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. കാരണം എക്ക് നമ്മൾ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ സ്മാൾ ലെറ്ററിലാണ് നമ്മൾ നള്ളാണ് കൊടുക്കണമെങ്കിൽ അത് ഒബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ നമ്മളിവിടെ വന്ന് നൾ എന്ന് ചേർത്തതിന് ശേഷം ഇവിടെ വന്ന് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അതേപോലെ തന്നെ നമ്മളൊരു അറേ ടൈപ്പിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇതേപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ ഓരോ വാല്യൂസും നമ്മൾ കോമ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് കോമ ഇട്ടതിന് ശേഷം ഈ രൂപത്തിലാണ് നമ്മൾ വാല്യൂ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ വന്ന് അത്
ഒബ്ജക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അതല്ല നമുക്ക് സാധാരണ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മളിവിടെ വന്ന് A: ഇട്ടതിന് ശേഷം നമ്മളൊരു വാല്യൂ നമ്മളിവിടെ വന്ന് ഈ രൂപത്തിൽ ചേർത്ത് കൊടുത്തു. ഇത് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിലും നമുക്കിവിടെ വന്ന് ഒബ്ജക്റ്റ് എന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ വന്ന് നമ്മൾ ബ്രേസസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് നമ്മളിവിടെ വന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഇതും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതും നമുക്കിവിടെ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമ്മളൊരു ഫംഗ്ഷനാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ വന്ന് ടൈപ്പ് ഓഫ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഒരു ഫംഗ്ഷനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഫംഗ്ഷൻ്റെ ബോഡി നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഇത് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്കിവിടെ വന്ന് ഫംഗ്ഷൻ എന്നായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിച്ച ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങോ അല്ലെങ്കിൽ ഒരു നമ്പർ അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് ഏത് ടൈപ്പ് വാല്യൂ ആണെന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരാൻ വേണ്ടിയാണ് ടൈപ്പ് ഓഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.